ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്ത്രീകളിൽ കൂടുതൽ പേരും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ജോലിക്കൊന്നും പോകുവാൻ പറ്റാതെ വരാറുണ്ട്. അതായത് കൊച്ചു കുട്ടികളുണ്ടായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മൂലോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വീട് വിട്ട് പുറത്തേക്ക് ജോലിക്കൊന്നും പോകുവാൻ പറ്റാതെ വരുമല്ലേ. അതുപോലെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ജോലിക്കൊന്നും പോകുവാൻ സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയാലോ എന്ന്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതിനെ തടസ്സം പിടിക്കുന്ന കുറെ കാര്യങ്ങൾ കൂടെ നമ്മൾ ആലോചിച്ച് കൂട്ടി വെക്കും. അപ്പോൾ എന്തെങ്കിലും സ്വയം തൊഴിൽ തുടങ്ങണം, വീട്ടിലിരുന്നു കൊണ്ട് 10 പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞു തരുവാൻ പോകുന്നത്. മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്ക് ഈ സ്വയം തൊഴിലായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടായിരിക്കുമല്ലോ ആദ്യം ആലോചിക്കുന്നേ. അവർക്കായിരിക്കും ആദ്യമേ ടെൻഷൻ, ഇത് ആരെങ്കിലും വാങ്ങിക്കോ. ഞാനിവിടെ പ്രൊഡക്റ്റുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇത് ആരെങ്കിലും വാങ്ങിക്കോ, അല്ലെങ്കിൽ നഷ്ടം വരില്ലേ, ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ ഇത് പറയുന്നത്. ഇതൊരിക്കലും നമ്മളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല അവർ പറയുന്നത്, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്തിലോട്ടെങ്കിലും ഇറങ്ങി തിരിച്ചിട്ട് നമുക്ക് നഷ്ടം വരണ്ടല്ലോ എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അവരത് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യണമെന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നിശ്ചയദാർഢ്യത്തോടു കൂടി അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് മാർക്കറ്റിനെ കുറിച്ച് തന്നെയാണ്. ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എല്ലാ കാലവും എല്ലാവർക്കും എല്ലാ ഇടങ്ങളിലും വേണ്ട എന്തെങ്കിലും പ്രൊഡക്റ്റുകളായിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് എന്നും ഡിമാൻഡ് ആയിരിക്കും കേട്ടോ, എന്നും ആവശ്യക്കാരുണ്ടാകും. അപ്പോൾ മാർക്കറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയുള്ള പ്രൊഡക്റ്റ് വിൽക്കണം എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. രണ്ടാമത് ഈ ആൾക്കാരെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചിന്തിച്ച് വെച്ചിട്ടേ നമ്മൾ എന്തും തുടങ്ങാവൂ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ കുറച്ചുകൂടെ ശാരീരിക ആരോഗ്യ കാര്യങ്ങളിൽ, ഭക്ഷണ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ബോധവാന്മാരാണ്. അതുകൊണ്ട് അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള നല്ല വൃത്തിയായിട്ട് കിട്ടുന്ന ഫുഡ് ഐറ്റംസുകൾ അവർ വാങ്ങി ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ഒരു സംഭവം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% വിജയിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ വേറൊരു നിവൃത്തിയും ഇല്ലാതെ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സംരംഭത്തെ കുറിച്ചാണ് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാല്, നമുക്ക് വീട്ടിൽ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാം കേട്ടോ. പുറത്ത് മാർക്കറ്റിൽ കിട്ടാത്തതും എന്നാൽ എല്ലാ ആൾക്കാരും നിത്യേന ഉപയോഗിക്കുന്നതുമായിട്ടുള്ള നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് എന്നും എപ്പോഴും ആവശ്യക്കാരുണ്ടാകും. ഉദാഹരണമായിട്ട് മല്ലി, മഞ്ഞൾ, മുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ, മസാലയൊക്കെ നമ്മൾ തന്നെ കഴുകി ഉണങ്ങി വൃത്തിയായിട്ട് പൊടിപ്പിച്ച് അത് പാക്കറ്റിലാക്കിയിട്ട് വെച്ച് വിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ അരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഔലോസ് പൊടി, അതിനോടനുബന്ധപ്പെട്ട ഔലോസ് ഉണ്ട്, അങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുക. വീട്ടിൽ കുറച്ച് ഡെവലപ്പായി വരുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പായി വരുമ്പോൾ നമ്മൾക്ക് ഇതിനോടനുബന്ധമായിട്ട് ചെയ്യാവുന്ന ഫുഡ് ഐറ്റംസും കൂടെ ചെയ്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റോറേജ് സ്പേസ് ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടില് കുറച്ച് പൈസ നമുക്ക് എന്തായാലും ആവും, നല്ല അടച്ചുറപ്പുള്ള രീതിയിൽ, എന്നാൽ കുറച്ച് ഡിസ്പ്ലേ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ, ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നമ്മൾ അത് ആദ്യം ക്രമീകരിക്കണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് മറ്റുള്ളവർക്ക് നല്ല ആകർഷണം തോന്നത്തക്ക രീതിയിൽ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുകൾ ക്രമീകരിച്ച് വെക്കുക. അപ്പോൾ ഒന്ന് കേടുകൂടാതെ ഇരിക്കുന്ന മല്ലി, മഞ്ഞൾ പൊടികൾ, അരിപ്പൊടി, അതിനോടനുബന്ധിച്ചിട്ടുള്ള പൊടികൾ, പുട്ടുപൊടി, അപ്പപ്പൊടി, ഔലോസ് പൊടി, ഔലോസ് ഉണ്ട, കുറച്ച് പലഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റാത്തതും നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇതൊരു നാട്ടുപ്രദേശമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും, ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട്, എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എല്ലാവർക്കും കൊടുക്കുക കേട്ടോ.
ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡിന് എന്നും ആവശ്യക്കാർ ഏറെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തിപ്പൊടികൾ, അതിൽ തന്നെ കുറേ എന്താ പറയുക വിവിധങ്ങളായിട്ടുള്ള ചമ്മന്തിപ്പൊടികൾ ഉണ്ടാക്കാം. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, അതുപോലെ തന്നെ അച്ചാറുകളുണ്ട്, വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. ഇതെല്ലാം ചമ്മന്തിപ്പൊടി അച്ചാറുകൾക്കായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കാം. പിന്നെ ഉപ്പിലിട്ട വിഭവങ്ങൾ, അതാകുമ്പോൾ കേട് കൂടാകാതെ ഇരിക്കുകയും ചെയ്യും. നല്ല സീസണിൽ കിട്ടുന്ന അലുത്തു പോകാത്ത മാങ്ങകൾ, കണ്ണിമാങ്ങകൾ, ഇങ്ങനെയുള്ള അമ്പഴങ്ങ, ഒരുപാടുണ്ട്, നെല്ലിക്ക, പുളി, ലൗലോലിക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി വൃത്തിയായിട്ട് ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെക്കുക. നല്ല ഭരണിയിൽ ഇട്ട് വെക്കുക. വേണമെങ്കിൽ ആ ഭരണി അടക്കം അവർക്ക് വിൽക്കുവാനായിട്ട് സാധിക്കും. തുടക്കത്തിലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ലൈസൻസ് കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി. തുടക്കത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കി ഇതെല്ലാം നല്ല ഭംഗിയിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഗ്രൂപ്പിൽ ഇടുക. പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ, വന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി. കൂടുതലും ലേഡീസ് ഒക്കെ ആണെങ്കിൽ ലേഡീസ് മാത്രമുള്ളവരൊക്കെ നമ്പർ ചേർത്തിട്ടൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക. ടെലിഗ്രാം കൂട്ടായ്മ ഉണ്ടാക്കുക. അതിൽ നമ്പർ കാണാതിരിക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. മാത്രമല്ല വാട്സപ്പിനേക്കാൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക, ഇടയ്ക്ക് അതിൽ അപ്ഡേറ്റ് കൊടുക്കുക. നിത്യേന ഒരു 10-20 ആളുകളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങി തുടങ്ങുമ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, 10 കവർ പാലെടുത്ത് വെക്കുക. തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങും കിട്ടാത്തതായിട്ടുള്ള നാടൻ തൈര് കൊടുക്കുക. ശുദ്ധമായ നാടൻ തൈര്, അതായത് പാൽ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് പാല് വാങ്ങിക്കുക. കുറച്ച് കട്ടി കിട്ടാനായിട്ട് 1-2 കവർ പാലും കൂടെ ചേർക്കാട്ടോ. എന്നിട്ട് നല്ല കാച്ചി കുറുക്കി വെള്ളം വറ്റിച്ചിട്ട് ഇളം ചൂടോടുകൂടി കുറച്ച് ഉറത്തൈര് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തൈര് കിട്ടും. അതിനൊക്കെ നല്ല ഡിമാൻഡാണ് കേട്ടോ. പ്ലാസ്റ്റിക് കവറുകളുണ്ട്, ഫുഡ് പാക്ക് ചെയ്യുന്ന കവറുകളിൽ നമുക്കത് തൂക്കം അനുസരിച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കുക. പിന്നെ കാലക്രമേണ നമ്മുടെ കച്ചവടവും കസ്റ്റമേഴ്സിന്റെ എണ്ണവും കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ഐറ്റങ്ങൾ നമ്മുടെ പക്കൽ കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അതായത് ജൈവ പച്ചക്കറികൾ, ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനൊക്കെ എന്നും ഡിമാൻഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ നമ്മൾ ഏത് ഐറ്റമാണ് കൂടുതൽ വിറ്റ് പോകുന്നത് എന്നനുസരിച്ചിട്ട് അത് കൂടുതൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സഹായത്തിന് വേണമെങ്കിൽ തിരക്കായി വരുമ്പോൾ ഒരാളെ കൂടെയൊക്കെ വിളിക്കുക കേട്ടോ. ജോലിക്കൊക്കെ ഒരാളെ, ഒരു സ്ത്രീയെ കൂടെയൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ശമ്പളമൊന്നും അധികം കൊടുക്കാതെ വർക്കുള്ളപ്പോൾ മാത്രം വിളിച്ച് ചെയ്യിപ്പിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളൊരു കച്ചവടം പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം. നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഫുഡ് ഐറ്റംസുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പോരെ, അതെടുത്ത് കൊടുക്കുവാനായിട്ട്, അത് വിൽപ്പന നടത്തുവാനായിട്ട് നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം. വീട്ടിൽ വെച്ച് തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിക്കുന്നവർ ഇനി അധികം വൈകണ്ടാട്ടെ, എത്രയും പെട്ടെന്ന് തുടങ്ങണം. നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഒട്ടും വൈകണ്ട. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് എല്ലായിടത്തും ഡിമാൻഡുണ്ട്. പിന്നെ എല്ലാവരും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് എന്താ പറയുക കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കണം. അതിന് നമ്മൾ സമൂഹ മാധ്യമങ്ങളെ തന്നെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമല്ല കേട്ടോ, ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട്. അങ്ങനെ അതിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് നോട്ടീസ് പോലെ അടിച്ചിട്ട്, അധികം പൈസയൊന്നും ആവില്ല, ന്യൂസ് പേപ്പറിലിട്ട് അത് എല്ലാവരിലോട്ടൊന്ന് എത്തിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസൊക്കെ അച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 10 പേര് അറിഞ്ഞു വരുമ്പോൾ എന്നും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഈ സാധനങ്ങളാവുമ്പോൾ അവരത് വാങ്ങിക്കും. അത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ മടിച്ചു നിൽക്കരുത്, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.